അമേരിക്കയുടെ CIA കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ യഥാർത്ഥത്തിൽ ചെറുതല്ലാത്ത ഒരു ഞെട്ടല് അമേരിക്കക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പ്രിസൈസ് ആയിട്ട് ടാർഗറ്റ് നോക്കി അറ്റാക്ക് ചെയ്യാൻ എങ്ങനെ ഇറാനെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവരെ കുഴക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇറാന്റെ കയ്യിലുള്ള ഷാഹിദ് ഡ്രോണുകൾ ഉപയോഗിച്ചിട്ട് CIA കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തണം എന്നുണ്ടെങ്കിൽ അത്രയും കൃത്യമായിട്ടുള്ള ഡാറ്റയും ഷാഹിദ് ഡ്രോണുകൾക്ക് കൃത്യം ലൊക്കേഷനിലേക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള സാറ്റലൈറ്റ് സംവിധാനങ്ങളും ഇറാന് വേണം. എന്നാൽ ഇത് ഇറാൻ ഇല്ല എന്നുള്ള കാര്യത്തിൽ അമേരിക്കക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എങ്ങനെ ഇവർക്ക് ഈ സഹായം കിട്ടി? ഞങ്ങളെ 2 സൈനികർ കൊല്ലപ്പെടുന്ന രീതിയിലടക്കം ജോർഡാനിലേക്ക് നടന്ന ആക്രമണത്തിലും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള സൈനിക ബാരക്കുകൾക്ക് നേരെ നടന്നിട്ടുള്ള ആക്രമണത്തിലും അതും തന്നെ വളരെ പ്രിസൈസ് ആയിട്ടുള്ള അറ്റാക്കിൽ 2 പേര് കൊല്ലപ്പെടുന്ന സ്ഥിതിവിശേഷം വരെ ഉണ്ടായി. അപ്പോൾ എങ്ങനെയാണ് ഈ കുഞ്ഞൻ ഡ്രോണുകൾ ഉപയോഗിച്ചിട്ട് ഇറാന് ഇത്ര പ്രിസൈസ് ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യത്തിൽ നല്ലതല്ല ചെറിയതല്ലാത്ത രീതിയിലുള്ള ഒരു പേടി യഥാർത്ഥത്തിൽ CIA-ക്കുണ്ട്, അല്ലെങ്കിൽ അമേരിക്കക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ സംശയിക്കുന്നത് റഷ്യയുടെ ഇടപെടലുകളാണ്. റഷ്യ എങ്ങനെയാണ് ഈ പറയുന്ന കാര്യത്തിനെ ഇറാനെ സഹായിച്ചിരിക്കുന്നത്? റഷ്യൻ സാറ്റലൈറ്റുകൾ ഈ പറയുന്ന പ്രിസിഷൻ അറ്റാക്കിന് വേണ്ടിയിട്ട് റഷ്യ സഹായിച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിലുള്ള സംശയങ്ങളിലേക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ ആരെത്തുന്നുണ്ട്? ഈ അമേരിക്കയും ടീമും എത്തുന്നുണ്ട് എന്നുള്ളതാണ്. ചൈനയുടെ സഹായം ഓൾറെഡി ഉണ്ട് എന്നുള്ളത് അമേരിക്കക്ക് അറിയാം, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ റഷ്യയുടെ സഹായം ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ നോക്കുന്നത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. വാഷിങ്ടൺ പോസ്റ്റ് ഒക്കെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പശ്ചിമേഷ്യയിലെ CIA കേന്ദ്രങ്ങൾക്ക് നേരെ ഉണ്ടായ ഇറാനിയൻ ഡ്രോൺ ആക്രമണത്തിൽ റഷ്യയുടെ ഇടപെടൽ ഉണ്ടായോ എന്ന് US അന്വേഷിക്കുന്നതായി ഇന്റലിജൻസുമായി അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു. അതായത് ലക്ഷ്യസ്ഥാനത്തേക്ക് കറക്റ്റ് എങ്ങനെ എത്തുന്നു എന്നുള്ളതാണ് ഇവർ അന്വേഷിക്കുന്നത്. അപ്പൊ ഇത് പുറത്ത് വിട്ടിരിക്കുന്നത് റോയിട്ടേഴ്സ് ആണെന്നുള്ളതാണ്. അപ്പോൾ പൊതുവെ പശ്ചിമേഷ്യയിലെ US കേന്ദ്രങ്ങൾക്ക് മേലുള്ള ആക്രമണങ്ങളിൽ റഷ്യ ഇറാനുള്ള ലക്ഷ്യസ്ഥാന വിവരങ്ങളും മറ്റ് പിന്തുണയും നൽകിയിട്ടുണ്ടെന്ന് US ഉദ്യോഗസ്ഥർ സമ്മതിക്കുകയും റോയിട്ടേഴ്സ് അടക്കമുള്ള മറ്റ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ CIA കേന്ദ്രങ്ങൾക്കേറ്റ ആക്രമണങ്ങളെ റഷ്യ പിന്തുണച്ചു എന്ന ആരോപണത്തെക്കുറിച്ചുള്ള ഇന്റലിജൻസിന്റെ അന്വേഷണം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അതായത് മിഡിൽ ഈസ്റ്റിലെ ഈ പറയുന്ന ഇവരുടെ കേന്ദ്രങ്ങൾക്ക് നേരെ, സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിൽ പ്രിസിഷന് വേണ്ടിയിട്ട് ഈ പറയുന്ന റഷ്യ കൊടുത്തിട്ടുള്ളതും അതേപോലെ തന്നെ ചൈന ഒക്കെ കൊടുത്തിട്ടുള്ള സാറ്റലൈറ്റ് ഇമേജുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് മുന്നേ വന്നിട്ടുള്ള വാർത്തയാണ്. പക്ഷേ CIA കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം എങ്ങനെ ഇറാൻ നടത്തി, ഇതെങ്ങനെ ഇറാൻ എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളതിൽ ഇവരിപ്പോഴും ഇരുട്ട് തപ്പുകയാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ ഇതിൽ മാർച്ചിൽ കുറഞ്ഞത് 2 CIA കേന്ദ്രങ്ങളിലെങ്കിലും ആക്രമണം നടന്നതായി റോയിട്ടേഴ്സും മറ്റു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്റലിജൻസ് ഏജൻസിയുടെ മെമ്മോയിൽ പ്രാദേശിക CIA കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുന്നതിൽ റഷ്യക്ക് പങ്കുണ്ടായിരിക്കാമെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. CIA പ്രധാനപ്പെട്ട ആസ്ഥാനങ്ങളാണെന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. ഇന്ന സ്ഥലത്ത് ഒരു രാജ്യത്തിന് എന്തായാലും അറിയാൻ പറ്റും, അവരുടെ ഇന്റലിജൻസ് വിങ്ങിനും അതേപോലെ തന്നെ അവരുടെ സ്പൈ നെറ്റ്വർക്കിനും കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. പക്ഷെ പ്രാദേശികമായിട്ട് ലോക്കലി സെറ്റ് ചെയ്തിട്ടുള്ള കേന്ദ്രങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുക എന്ന് പറയുന്നത് വളരെ പാടാ. പക്ഷെ ഇറാൻ അതും കിട്ടി, ആ കേന്ദ്രങ്ങൾക്ക് നേരെയും ഇറാൻ അറ്റാക്ക് നടത്തി. ഇത് എങ്ങനെയാണെന്നുള്ളതാണ് ഇവന്മാരിപ്പോ തല പുകയ്ക്കുന്നതെന്നുള്ളതാണ്. അപ്പോഴാണ് ഇവർ പറയുന്നത് ഇത് റഷ്യക്ക് ഇനിയിപ്പോൾ ഇതിൽ ചാൻസ് ഉണ്ടോ? കാരണം ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റൂല. കാരണം ഉക്രൈനെതിരെ ഇപ്പൊ ഇവർ മാസീവ് ആയിട്ടുള്ള അടി അടിച്ചുകൊണ്ടിരിക്കുകയാണ് റഷ്യ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡ്രോണുകളെല്ലാം തന്നെ ഇറാൻ നിർമ്മിച്ചിട്ടുള്ള ഷാഹിദ് ഡ്രോണുകളാണ് റഷ്യ ഉപയോഗിക്കുന്നത്. അപ്പൊ ഒരു ബായി കൊടുക്കൽ വാങ്ങൽ ബന്ധം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിൽ മാത്രമല്ല, കാസ്പിയൻ കടലിടുക്ക് വഴിയുള്ള ഇവരുടെ കമ്മ്യൂണിക്കേഷനും വളരെ ഫലപ്രദമാണ്. അവിടെ ഈ പറയുന്ന നാറ്റോ ഇല്ല, അമേരിക്കൻ സേനയില്ല, ഒരു തേങ്ങയും മാങ്ങയും അവിടെ ഇല്ല. ഇവര് മാത്രമാണ് ആ ഒരു ഏരിയ ഇവര് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. പിന്നെ അസർബൈജാനും അർമേനിയൊക്കെയാണ്, ഇവർക്കൊന്നും ഒന്നും ചെയ്യാനും പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ കുറിച്ച് വിവരങ്ങൾ ലഭിച്ച പശ്ചിമേഷ്യയിലെ ഉദ്യോഗസ്ഥർ പറയുന്നത് ആക്രമണത്തിൽ ഇറാന്റെ ഷാഹിദ് ഡ്രോണുകളുടെ റഷ്യൻ പരിഷ്കരിച്ച പതിപ്പുകൾ ഉപയോഗിച്ചിട്ടുണ്ടാകാം എന്നാണ്. ജോർഡനിലെ US വ്യോമതാവളത്തിന് നേരെ നടന്ന ആക്രമണത്തിന് ശേഷമാണ് ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് സൈനിക ബാരക്കുകൾ തകർക്കുകയും 2 സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തത്. ഇതോടെ റഷ്യ ഇറാന് ടാർഗറ്റിംഗ് ഡാറ്റ നൽകുന്നുണ്ടാകാം എന്ന ആശങ്കകൾ കൂടുതൽ ശക്തമായി. അതേസമയം ഐക്യരാഷ്ട്രസഭയിലെ ഇറാന്റെ ദൗത്യ സംഘവും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ പ്രിസിഷൻ അറ്റാക്ക് എങ്ങനെ നടത്തുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം.
അതായത് ഞങ്ങളുടെ കേന്ദ്രങ്ങളെ, ഞങ്ങളെ വിമാനങ്ങൾ നിർത്തിയിട്ടിട്ടുള്ള ഹാങ്കറുകളെയൊക്കെ ഇവരെങ്ങനെ ഇത്ര കൃത്യം ഐഡന്റിഫൈ ചെയ്യുന്നു, കൃത്യം സ്ഥലത്ത് കൊണ്ടിട്ട് അവന്മാര് പൊട്ടിക്കുന്നു എന്നുള്ളതാണ്. ഇത് പറ്റുന്നത് ഈ പറയുന്ന അമേരിക്കക്കും റഷ്യക്കും ഇസ്രായേലിനൊക്കെ മാത്രമാണ് ഇജ്ജാതി പരിപാടികൾ പറ്റുക എന്നുള്ളതാണ് ഇത്രയും കാലം വിശ്വസിച്ചുകൊണ്ടിരുന്നത്. അതല്ലാതെ ഈ പറയുന്ന ജൈജാന്റിക് ആയിട്ടുള്ള മിലിറ്ററി പവർ ഉള്ള രാജ്യങ്ങളുടെയൊക്കെ എത്രയോ താഴെ വരുന്ന ഇറാനൊന്നും ഇത്തരം ടെക്നോളജി ഉണ്ടാവില്ല, ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇവന്മാരെ യഥാർത്ഥത്തിൽ വിശ്വസിച്ചേ. പക്ഷേ ഇവന്മാരെ ഇരുട്ട് തപ്പുന്ന രീതിയിലേക്ക്, ഇവന്മാരെ കണ്ണടക്കുന്ന രീതിയിലേക്കാണ് പ്രിസിഷൻ ടാർഗറ്റിംഗ് അറ്റാക്ക് ഇറാൻ ഡ്രോണുകൾ ഉപയോഗിച്ചിട്ട് നടത്തുന്നത്, ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചിട്ടും ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ചിട്ടും ഇറാൻ നടത്തുന്നത് എന്നുള്ളതാണ്. ഇത് എങ്ങനെ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഇതെങ്ങനെ ഇവർക്ക് സാധിക്കുന്നു? റഷ്യ എങ്ങനെ സഹായിക്കുന്നു? ഇനി റഷ്യ സഹായിച്ചിട്ടുണ്ടോ? ഉറപ്പൊന്നുമില്ല റഷ്യ സഹായിച്ചിട്ടുണ്ടെന്നുള്ളതിൽ. പക്ഷെ ഇതെങ്ങനെ സഹായിക്കുന്നു? റഷ്യയുടെ സഹായമാവാം എന്നുള്ളതാണ് ഇവരിപ്പോ അനുമാനിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഇറാൻ ദേശീയമായി നിർമ്മിച്ച ഡ്രോണുകളെ അപേക്ഷിച്ച് വളരെ കൃത്യതയുള്ളതും ജാം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുമായ കൊമേറ്റ M സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റം നൽകിക്കൊണ്ട് റഷ്യ തങ്ങളുടെ ഷാഹിദ് 136 ഡ്രോണുകളുടെ കൃത്യത മെച്ചപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടുണ്ട്. നേരത്തെ റഷ്യ ഇറാനു കൊമേറ്റ M നൽകിയിട്ടുണ്ടെന്ന് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഈ റിപ്പോർട്ട് വ്യാജ വാർത്തയാണെന്നുള്ളതാണ് റഷ്യ പറഞ്ഞത്. അതേസമയം ആക്രമിക്കപ്പെട്ട CIA കേന്ദ്രങ്ങളുടെ കൃത്യമായ എണ്ണമോ സ്ഥാനമോ വെളിപ്പെടുത്താൻ വൃത്തങ്ങൾ തയ്യാറായിട്ടില്ല. എംബസി ആക്രമണത്തിനായി ഇറാൻ റഷ്യൻ ടാർഗറ്റിംഗ് ഡാറ്റയെ ആശ്രയിച്ചിരുന്നോ എന്ന് US രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷിച്ചു വരികയാണെന്ന് വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ US എംബസി പൊതുവായി ലക്ഷ്യമിട്ടതാകാമെന്നും യാദൃശ്ചികമായി CIA സ്റ്റേഷനിൽ പതിച്ചതാകാനും സാധ്യതയുണ്ടെന്ന് ചില വൃത്തങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ ഇതാണ് അവസ്ഥ. ഇവർ തന്നെ കൺഫ്യൂഷനിലാണ്. റഷ്യ സഹായിച്ചിട്ടുണ്ടോ ഇല്ലേ, ഇനി റഷ്യ ഇല്ലാണ്ട് തന്നെ ഇറാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കപ്പാസിറ്റി ഉണ്ടോ? അതായത് വെറുതെ ഒന്നും ഇറാൻ അമേരിക്കക്ക് ഇടങ്കോലിട്ട് നിൽക്കത്തില്ല, അമേരിക്കയുടെ മുന്നിൽ നെഞ്ച് വിരിച്ച് നിൽക്കത്തില്ല. എന്തെങ്കിലുമൊക്കെ പറ്റുമെന്ന്, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഇറാന് ബോധ്യമുള്ളത് കൊണ്ട് മാത്രമാണ് ഇറാൻ ഈ കളി കളിക്കുന്നത്. അല്ല തോറ്റുപോകും, ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ബോധ്യം ഇറാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറാൻ ഇതൊന്നും ചെയ്യാൻ പോകത്തില്ല. ഞങ്ങളോട് കളിച്ചാൽ കുറച്ചൊക്കെ തിരിച്ചടി നൽകാനും കുറച്ചൊക്കെ നിങ്ങളെ മൂളടക്കി കിട്ടാനും ഞങ്ങളെ കൊണ്ട് പറ്റുമെന്നുള്ള ഉത്തമ ബോധ്യവും അതിന്റെ ടെക്നോളജിയും സാധനങ്ങളൊക്കെ ഇറാന്റെ കയ്യിലുള്ളത് കൊണ്ട് തന്നെയാണ് ഇറാൻ ഇപ്പൊ ഈ കളി കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതെല്ലാം കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ CIA-യും അമേരിക്കയും ഇപ്പോൾ ഇരുട്ട് തപ്പാണ്. ഇവന്മാർ എങ്ങനെയായി ഈ പണി ഒപ്പിക്കുന്നത് എന്നുള്ളത് അറിയാൻ പറ്റാണ്ട് എന്നുള്ളതാണ്.